എങ്ങനെയാ ഞാൻ വിശ്വസിക്കേണ്ടേ? നിങ്ങൾ ഇതുവരെ ഒരു കാര്യമെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഡി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. നിന്റെ കല്യാണത്തിന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ അവിടെ പറഞ്ഞത്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, എനിക്കൊന്നും വേണ്ടാന്ന്. ദേ, കല്യാണം എന്റെയാ, അത് തീരുമാനിച്ചത് ബാലമാമനും. ദേ, നിങ്ങൾ ആരും ഇടപെടണ്ട ഒന്നിലും. എടി, ഇപ്പൊ ഞങ്ങൾ ചെയ്തതിൽ തെറ്റെന്താ? ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് പെണ്ണിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവരോടൊന്ന് പറഞ്ഞു. അതൊരു നാട്ടു നടപ്പാ. നിന്നെ ഈ കാര്യം പറഞ്ഞു വിളിച്ചാൽ നീ വരത്തില്ലെന്നറിയാം. അതുകൊണ്ടാ ഞങ്ങൾ കള്ളം പറഞ്ഞത്. ഇതുകൊണ്ട് നിന്റെ ജീവിതം ഒന്നും നശിച്ചു പോകാൻ പോകുന്നില്ല അല്ലേ? അതെ, എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇനി മേലാൽ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാ വടിക്ക് പുറത്താ രണ്ടും. വലിയ മുതലാളിയല്ലേ, കാശുണ്ടല്ലോ, വേറെ വീട് നോയിക്കോ. അത് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇതേ പഴയ ശാന്തപ്പനല്ല, വേറെ വീട് വാങ്ങിക്കാനുള്ള കെൽപ്പൊക്കെ ഇപ്പൊ ശാന്തപ്പനുണ്ട്. എന്നല്ലേ അത് എത്രയും പെട്ടെന്ന് നോക്കുന്ന തന്നെയാ നല്ലത്. അടുത്ത ദിവസം തന്നെ ഈ വീട് ഞാൻ കല്ലുവിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. വാ. വേറെ വീട് നോക്കുന്നുണ്ടോ? ഓ, നിന്റെ തലയ്ക്കകത്തെന്താടി ചെളിമണ്ണാണ്. ഇപ്പൊ നമ്മള് മയത്തിന് നിന്നില്ലേ, അവള് നമ്മളെ കയ്യിൽ നിന്ന് പോവും.